ഹായ്, അസ്സാമു അലൈക്കും. ബൈത്തുലിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ചെറിയൊരു ഔട്ടിങ്ങാണ്. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. കാരണം നാളെ നമ്മളെ വീട്ടിലെ നോമ്പ് തുറയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നോമ്പൊക്കെ തുറന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പോണത്. ആദ്യം തറവാട്ടിലൊന്ന് പോകണം, കാരണം മോൾ അവിടെയാണ്. അവിടെ നിന്ന് സ്കൂൾ വിട്ടിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ്. നോമ്പൊക്കെ തുറന്നിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഉമ്മാൻ്റെ അടുത്തുനിന്ന് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടോ. ഈ കാണുന്നതാണ് തറവാട് വീട്. പക്ഷെ അവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. അവിടെ എത്തി ഉമ്മാനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മോള് പോരുന്നില്ലായിരുന്നു. അവിടെ നാത്തൂൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പൻ്റെ മോൻ്റെ ഒരു കല്യാണം ഉണ്ട് നോമ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് കേട്ടോ അവർ. അങ്ങനെ ഞാനും ബാവാക്കിയും നാത്തൂൻ്റെ മോനും കൂടെയാണ് കേട്ടോ പോയത്. നമ്മളടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളും പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളും ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോരുന്ന വഴി തന്നെ ഒരു ഫുഡിൻ്റെ ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ഐറ്റംസും ഫുഡ് വേണമെങ്കിൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ നോമ്പല്ലാത്ത ടൈമിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ വരാറുണ്ട്. അപ്പോൾ നോമ്പിന് എപ്പോഴും കയറണം എന്ന് വിചാരിച്ചു. അങ്ങനെ പുതിയ ഒരുപാട് കൗണ്ടറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാക്ക അവിടെ ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് അവിടെ ഒരു ഉമ്മീസ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നോമ്പിന് സ്റ്റാർട്ട് ചെയ്തൊരു കൗണ്ടറുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. ഏകദേശം എല്ലാ ഐറ്റംസും ഇങ്ങനത്തെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. സംസാരിച്ചിരുന്ന് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയ. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അവിടുത്തെ മൊത്തത്തിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീലാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്ത എരിവുള്ളത്, മധുരമായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ അവർ മോര് സോഡ കഴിച്ചിട്ടോ. അങ്ങനെ സോഡ, കുലുക്കി സർബത്ത് അങ്ങനത്തതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് വരുന്നത് ഫ്രൈ ഐറ്റംസാണ്. ഞണ്ട്, അതേപോലെ കാടമുട്ട, കാട ഫ്രൈ, കൂന്തൾ നിറച്ചത്, അങ്ങനത്തെ നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കിട്ടുന്ന അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അവർ ഞണ്ട് ഫ്രൈ ഒക്കെ എടുത്തു. അവരത് നന്നായിട്ട് കഴിച്ചു. എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ടോ, ഞാൻ കഴിച്ചിട്ടില്ല. അവരത് കഴിക്കണത് കാണാൻ നല്ല രസമുണ്ട്. കാരണം പെട്ടെന്നൊന്നും അതിൻ്റെ ഉള്ളിലുള്ള ഇത് കിട്ടൂലല്ലോ. അവരത് പൊട്ടിച്ച് കഴിക്കണത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഒരുപാട് ഐസ്ക്രീം ഐറ്റംസുകൾ, സലാഡുകൾ, ടീ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. പോപ്കോൺ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പോപ്കോണൊക്കെ മക്കൾക്ക് വാങ്ങി. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ അരീക്കോട് മഞ്ചേരി റൂട്ടിലാണ് കേട്ടോ. അരീക്കോട് നിന്ന് പോകുന്നത് കാവനൂർ ഇളയൂർ പാറമ്മൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വഴിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ആംബിയൻസൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്ന നേരെ പോയത് തറവാട്ടിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഉമ്മാൻ്റെ നല്ല കഞ്ഞിയും കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പോകുന്നു. മക്കൾസൊക്കെ ഞങ്ങളെ കൂടെ പോന്നൊക്കെയാണ് കേട്ടോ, കാരണം നാളെ നോമ്പ് തുറല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.